കേരള മുഖ്യമന്ത്രി ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. മാത്രവുമല്ല, അദ്ദേഹം ഒന്നുകൂടി സമ്മതിച്ചു, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്. അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോളിഡാരിറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ ഒരു ഘടകം മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച വളരെ ദുരൂഹമാണ്. എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് ഈ കേരള ജനത കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ അങ്ങോട്ട് ചെന്ന് കണ്ടതാണ് എങ്കിൽ മുഖ്യമന്ത്രി അവർ കാണാൻ ആവശ്യപ്പെടുമ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയാനൊക്കില്ല. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി അനുവദിച്ചു കൊടുക്കുമോ? ഇനി അവരെ കൂടി ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഉള്ള സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇതെന്നും ഒക്കെ നാം കാണാൻ പോകുന്ന ചിത്രമാണ്. ഏതായാലും മറുവശത്ത് VD സതീശൻ പറയുന്നു, ജമായത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്നുള്ള ഫിലോസഫിയൊക്കെ അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ജമായത്തെ ഇസ്ലാമി ഒരു ദേശീയ പ്രസ്ഥാനമായി മാറി എന്നാണ് ഈ VD സതീശൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവകാശവാദം. അല്ല, വെൽഫെയർ പാർട്ടി ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. 2019 അവർ ദേശീയ തലത്തിലെ രാഷ്ട്രീയം എടുത്തിട്ട് കോൺഗ്രസ് ദുർബലമാകാൻ പാടില്ല എന്നുകൊണ്ടാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവർക്കാണ് അവർ പിന്തുണ കൊടുത്തത്. പക്ഷെ ജമായത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വാദം ഇതുവരെ എങ്ങും ഉന്നയിച്ച് കണ്ടിട്ടില്ല. വെൽഫെയർ പാർട്ടിയുമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ബന്ധമുണ്ടായിരുന്നു. സീറ്റുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ പല സീറ്റുകളിലും ഒരുമിച്ചാണ് കണ്ടസ്റ്റ് ചെയ്തത്. ഇത്തരം കാര്യങ്ങളെല്ലാം വെളിയിൽ വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇവിടെ ഇടതിനും വലതിനും ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിതീവ്ര സംഘടനയെ തങ്ങളോടൊപ്പം നിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഒരു വശത്ത് LDFന് ഈ തീവ്രവാദ സംഘടനകൾ കൂടി ഉണ്ടെങ്കിലേ ഭരണ തുടർച്ച കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസം കടന്നുകൂടിയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. മറുവശത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ ഈ തീവ്രവാദ സംഘടനയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് അവരും മനസ്സിലാക്കിയ പോലെയാണ്. അപ്പോൾ ഇവിടെ ഇടതൻ വന്നാലും വലതൻ വന്നാലും ഇനി കേരള ഭരണം നടക്കാൻ പോകുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു മന്ത്രിസഭയായിരിക്കും. അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കേരളം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു ഹബ്ബാണെന്ന് പറയുന്നു. ഈ ഭരണം കൂടി വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു വിളനിലമായി വളർന്ന് പന്തലിക്കുന്ന ഒരു വലിയ ഫെർട്ടൈൽ ലാൻഡായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ആര് ഭരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ആരെക്കൊണ്ട് ഭരിപ്പിക്കണം എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എല്ലാവരും വളരെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം. അവരുടെ വിലയേറിയ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിന് മുൻപായിട്ട് എല്ലാ വശങ്ങളും അറിയിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.